ദേഷ്യപ്പെടുന്നത് വലിയ മോശം ഏർപ്പാടൊന്നുമല്ല. ചിലയിടങ്ങളിൽ ഇതിനെ പ്രയോഗിക്കുന്ന രീതി പലപ്പോഴും തെറ്റായ രീതിയിലാവാറുണ്ട്. അങ്ങനെയാവുമ്പോൾ നാം ദേഷ്യം പിടിക്കുന്ന കാര്യം ഫലം ലഭിക്കാതെ പോകും. നമുക്ക് അറിയുന്ന ചില ദേഷ്യപ്രകടനങ്ങളുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മെ തന്നെ കാണാൻ ഇഷ്ടമല്ല. ആ രീതിയിലായിരിക്കാം നമ്മുടെ മുഖഭാവവും വൈകാരിക പ്രവർത്തനങ്ങളും എല്ലാം ആ സമയത്ത് നാം ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും. ഇതല്ലാത്ത ഒരു രീതിയുണ്ട്, അത് നല്ല ഭംഗിയുള്ളതാണ്. നമ്മുടെ സ്റ്റാറ്റസിനെയും നമ്മുടെ മേഖലയും വിലമതിക്കുന്ന കാര്യങ്ങളായിരിക്കും. അത് ചില നിലപാടുകളായിരിക്കും മറുകക്ഷിയെ നാം അറിയിക്കുന്നത്. അതിന് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ദേഷ്യപ്പെട്ട് മുഖം കറുപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയ സിമ്പിൾ രീതികളാണ് നാം സ്വീകരിക്കേണ്ടത്. മെയിനായിട്ട് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുക എന്നതാണ്. ഒന്ന്, ചിരി സ്റ്റോപ്പ് ചെയ്താൽ മതി. ആ സമയം അവർക്ക് കാര്യം ബോധ്യപ്പെടുകയും നമ്മോടുള്ള മതിപ്പ് കൂടുകയും നാം വിചാരിച്ച കാര്യം അവരിലെത്തുകയും അവർ അത് സ്റ്റോപ്പ് ചെയ്യുകയും നേരെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മുടെ സ്വഭാവം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ രീതിയിലുള്ള ദേഷ്യപ്രകടനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. ദേഷ്യം പിടിക്കേണ്ടടുത്ത് ദേഷ്യം പിടിക്കാത്തവൻ കഴുതയെ പോലെയാണ് എന്നുള്ള മഹാന്മാരുടെ വാക്കുകൾ ഇവിടെ നാം ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ ഈ ദേഷ്യം നാം കണ്ട് പരിചരിച്ച രൂപത്തിലല്ല നാം പഠിച്ചെടുക്കേണ്ടതുണ്ട്.